ഇന്ന് മൈൻഡ് പ്ലസിന്റെ 1270ാമത്തെ ദിവസം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ കൺഫ്യൂഷൻ ആൻഡ് ക്ലാരിറ്റി. ഇത് നാറ്റ് ടേണർ എന്ന് പറഞ്ഞ ഒരു ആഫ്രിക്കൻ ഒരു ബ്ലാക്ക് ആണ്. അദ്ദേഹം ഈ നീഗ്രോകളുടെ അല്ലെങ്കിൽ കറുത്ത വർഗക്കാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. വലിയൊരു പ്രീച്ചറും കാർപ്പൻ്ററും ഒക്കെയാണ്. അപ്പോ ഇതിന്റെ അർത്ഥം എന്താണ്? കമ്മ്യൂണിക്കേഷൻ, വളരെ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കൺഫ്യൂഷനിൽ നിന്ന് ക്ലാരിറ്റിയിലേക്കുള്ള ഒരു ബ്രിഡ്ജാണ് അല്ലെങ്കിൽ പാലമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോ ഇന്നത്തെ സെഷൻ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ എല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻ വളരെ സുപരിചിതമാണ് അല്ലേ? പക്ഷെ എന്താണ് ഈ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ? അത് നോൺ വയലന്റ് എന്ന് പറയുമ്പോൾ അക്രമരഹിതമായിട്ടുള്ള ആശയവിനിമയം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ കോൺസെപ്റ്റ് ആദ്യമായിട്ട് ലോകത്തിന് സമർപ്പിച്ചത് നമ്മുടെ അമേരിക്കൻ സൈക്കോളജിസ്റ്റായ ഡോക്ടർ മാർഷൽ ബി റോസൻബർഗ് ആണ്. അദ്ദേഹം 60കളിലാണ് ഇതിനെക്കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടത്തി ഇതിന്റെ ഒരു മോഡൽ നൽകി ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. ഇതാണ് അദ്ദേഹത്തിന്റെ പുസ്തകം നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ, എ ലാംഗ്വേജ് ഓഫ് ലൈഫ്. അപ്പൊ എൻ്റെ ഈ പ്രസന്റേഷൻ ഈ ബുക്കിന്റെ ഒരു സമ്മറിയാണ്. ഇതില് മാർഷൽ തന്നെ പറയുന്നത് ഒരു കോട്ടാണ്: വാട്ട് ഐ വോണ്ട് ഇൻ മൈ ലൈഫ് ഈസ് കമ്പാഷൻ, എ ഫ്ലോ ബിറ്റ്വീൻ മൈസെൽഫ് ആൻഡ് അതേഴ്സ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ ഗിവിംഗ് ഫ്രം ദ ഹാർട്ട്. അപ്പോൾ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അനുകമ്പയോടുകൂടി ചെയ്യുമ്പോൾ നമ്മളൊരു ഫ്ലോ സ്റ്റേറ്റിലാകും. അതാണ് എനിക്ക് വേണ്ടത് എന്നാണ് മാർഷൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനും ചെറുപ്പകാലത്ത് ഒരുപാട് ഈ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷനൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്, വേറൊരു ഓപ്ഷൻ ഇല്ലേ എന്ന് അദ്ദേഹം ചിന്തിച്ചതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന്റെ റിസർച്ച് എല്ലാം പുറത്തു വന്നത്. നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് ഏറ്റവും പ്രധാനമായ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് കമ്മ്യൂണിക്കേഷൻ. എന്നാൽ നമ്മളെ പ്രായോഗിക ജീവിതത്തിൽ നടക്കുന്നത് എന്താണ്? കോൺഫ്ലിക്റ്റ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്. There comes the role of non-violent communication. അവിടെയാണ് ഈ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷന്റെ പ്രസക്തി വരുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ വയലന്റ് ഉണ്ട്, നോൺ വയലന്റും ഉണ്ട്. അപ്പൊ മാർഷൽ തന്നെ പറയുന്നത് ഈ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷന് പ്രതീകാത്മകമായി അദ്ദേഹം ഒരു ജിറാഫിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ജിറാഫിനെ കൊണ്ടുവരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ജിറാഫിനാണ് ഏറ്റവും വലിയ ഹൃദയമുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹൃദയത്തിൽ നിന്നാണല്ലോ നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജിറാഫിനെയാണ് അതിന്റെ സിംബോളിക് ആയിട്ട് എടുത്തിരിക്കുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ വളരെ തുറന്നത്, ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. അതുപോലെ റെസ്പെക്ട്ഫുൾ, വളരെ ബഹുമാന പുരസ്സരം, അസേർട്ടീവ്, ഉറച്ച ഒരു നിലപാടെടുക്കുന്ന, നോൺ ജഡ്ജ്മെന്റ്, യാതൊരു വിധിയും കൽപ്പിക്കാത്ത ഒരു കമ്മ്യൂണിക്കേഷനാണ് നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ. എന്നാൽ ഇതിന്റെ ഒരു കൗണ്ടർ പാർട്ട് ഞാൻ പറഞ്ഞതുപോലെ വയലന്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതെന്താണ്? ജക്കള. അപ്പൊ അതെങ്ങനെയായിരിക്കും? അക്യൂസസ്, എല്ലാവരെയും കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ പഴി പറയുന്ന അല്ലെങ്കിൽ വിധി കൽപ്പിക്കുന്ന, ജഡ്ജ് ചെയ്യുന്നത്, നമ്മൾ ലേബിൾ ചെയ്യുന്നു. റിപ്രോച്ചസ്, മറ്റുള്ളവരെ നിന്ദിക്കുക അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനാണ് വയലന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിൽ ഒരു എംപത്തറ്റിക്കൽ ലിസണിങ് ഉണ്ട്. എമ്പതിയോടുകൂടിയാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഫീലിംഗ്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു വികാരം ഉണ്ടാകുന്നുണ്ട് അല്ലേ? ആ ഫീലിംഗ് വളരെ സത്യസന്ധമായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ നീഡ്സും റിക്വസ്റ്റും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു വളരെ വ്യക്തമായി, സ്പഷ്ടമായി. ഇതാണ് നട്ട്ഷെല്ലിൽ പറഞ്ഞാൽ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ, എവിടെയെല്ലാം നമുക്ക് നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ അപ്ലൈ ചെയ്യാം എന്ന് ചോദിച്ചാൽ, എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതായിരിക്കും അതിനേക്കാൾ നല്ലത്. കാരണം നമ്മുടെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, പാർട്ട്നേഴ്സ്, ഫാമിലീസ്, പാരൻസും ചിൽഡ്രനും, അതുപോലെ തന്നെ വർക്ക്
വർക്ക് പ്ലേസിൽ, ജോലിസ്ഥലത്ത് വളരെ പ്രാധാന്യം ഒരു സബോർഡിനേറ്റിനോട്, തെറാപ്പി ആൻഡ് കൗൺസിലിംഗ് സെറ്റിംഗ് ആൻഡ് ബിസിനസ് നെഗോഷിയേഷൻ, എനി ഡിസ്പ്യൂട്ട്സ് ആൻഡ് കോൺഫ്ലിക്ട്സ്, എവിടെയാണെങ്കിലും നമുക്ക് വളരെ അത്യാവശ്യം ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ. ഡു നോട്ട് ജഡ്ജ്, യു വിൽ നോട്ട് ബി ജഡ്ജ്ഡ്, ആൻഡ് ആസ് യു ജഡ്ജ് അതേഴ്സ് സോ വിൽ യുവർ സെൽഫ് ബി ജഡ്ജ്ഡ് എന്നാണ് ഹോളി ബൈബിള് പറയുന്നത്. നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്? എപ്പോഴും നമ്മൾ ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ ജഡ്ജിങ്, അതാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ബ്ലോക്സ് കമ്പാഷൻ, ഈ കമ്പാഷനോട് കൂടിയാണ് നമ്മൾ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത്. പക്ഷെ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന കുറെ സംഭവങ്ങളുണ്ട്. ആ ബ്ലോക്കിങ് വരുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, മോറലിസ്റ്റിക് ജഡ്ജ്മെന്റ്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നു, എപ്പോഴും ജഡ്ജ് ചെയ്യുന്നു. രണ്ടാമത്, മേക്കിംഗ് കമ്പാരിസൺ, മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തി നമ്മൾ പറയുന്നു അയാളാണ് കൂടുതൽ മെച്ചം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഡിനൈ ചെയ്യുന്നു. ഇതില് എന്റെ ഉത്തരവാദിത്തമല്ല, നീ കാരണമാണ് എന്ന് റെസ്പോൺസിബിലിറ്റി നമ്മൾ ഒഴിവാക്കുന്നതാണ് 3 കമ്മ്യൂണിക്കേഷൻ, അതായത് ഈ കമ്പാഷനെ ബ്ലോക്ക് ചെയ്യുന്ന 3 കമ്മ്യൂണിക്കേഷൻ. അപ്പൊ മോറലിസ്റ്റിക് ജഡ്ജ്മെന്റ് നമുക്ക് എക്സാമ്പിൾ നോക്കാം. റോങ്നെസ് ഓർ ബാഡ്നെസ് ആണ് നമ്മൾ അതിൽ പറയുന്നത്. തെറ്റുകള് അല്ലെങ്കിൽ തിന്മകളെ എടുത്തു പറയണം. യു ആർ ടു സെൽഫിഷ്, ഷീസ് ലേസി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു, ബ്ലെയിം ചെയ്യുന്നു, ഇൻസൾട്ട് ചെയ്യുന്നു, ഒന്ന് താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നു, പുട്ട് ഡൗൺ ചെയ്യുന്നു, ലേബലിംഗ് കൊടുക്കുന്നു, അല്ലെങ്കിൽ വിമർശിക്കുന്നു, ക്രിറ്റിസിസം. ഇതെല്ലാം മോറലിസ്റ്റിക് ജഡ്ജ്മെന്റിൽ പെടും. നമ്മള് സാധാരണയായി നമ്മൾ ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിച്ച് വരുന്നു. ഈ കമ്പാരിസൺ ചെയ്യുമ്പോൾ എന്താണ്? കമ്പയറിങ് വിത്ത് അതേഴ്സ് ആണ്. അപ്പൊ എപ്പോഴും നമ്മളെ ഒന്ന് താഴ്ത്തുകയാണ് ചെയ്യുന്നത്. മറ്റേയാൾ വളരെ നല്ലതാണെന്ന് പറയാം. അത് ഇറ്റ് വിൽ മേക്ക് വൺ ഫീൽ മിസറബിൾ. ആൻഡ് കമ്പാരിസൺ ഈസ് ഓൾസോ എ ഫോം ഓഫ് ജഡ്ജ്മെന്റ്. അതും ഒരു ജഡ്ജ്മെന്റിന് തുല്യം തന്നെയാണ്. പിന്നെ ഡിനയൽ ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഒഴിവാക്കുകയാണ്. ഇപ്പോ നമുക്ക് ദേഷ്യം വന്നെങ്കിൽ യു മേക്സ് മീ ഫീൽ ആംഗ്രി, അല്ലെങ്കിൽ യു മേക്സ് മീ ഫീൽ ഗിൽറ്റി എന്ന് പറയുന്നു. എനിക്ക് ഉണ്ടായ വികാരത്തിന് കാരണക്കാരൻ ഞാനല്ല, മറ്റൊരാളാണ് എന്ന് നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ ആക്ഷൻ ഓഫ് അതേഴ്സ്, ഐ ഹിറ്റ് ഹിം ബിക്കോസ് ഹി റാൻ, അവൻ ഓടിയത് കൊണ്ടാണ് ഞാൻ അവനെ അടിച്ചത് എന്ന് പറയുന്നു. ഗ്രൂപ്പ് പ്രഷർ, ഐ സ്റ്റാർട്ടഡ് സ്മോക്കിംഗ് ബിക്കോസ് മൈ ഫ്രണ്ട്സ് ഡിഡ്, കൂട്ടുകാര് സ്മോക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ സ്മോക്ക് ചെയ്തത്, അല്ലാതെ എന്റെ കുറ്റമല്ല, അതുകൊണ്ടാണ് എന്ന് പറയുന്നു. അവിടെയും റെസ്പോൺസിബിലിറ്റി നമ്മൾ ഒഴിവാക്കുന്നു. ഡിക്റ്റേറ്റ്സ് അതോറിറ്റി, ഐ ലൈഡ് ടു ദ ക്ലയന്റ് ബിക്കോസ് ബോസ് ടോൾഡ് മീ ടു ഡു സോ, ബോസ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നുണ പറഞ്ഞത്, അല്ലാതെ എന്റെ കുഴപ്പമല്ല. ഇതെല്ലാം നമ്മള് ഡിനയൽ, ഇതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ നിത്യ ജീവിതത്തില് ഇങ്ങനെയെല്ലാം നമ്മൾ പറയാറുണ്ട്. നീ കാരണമാണ് എനിക്ക് ഇങ്ങനെ ദേഷ്യം വന്നത്, നീയാണ് എന്നെ ദേഷ്യം പിടിപ്പിച്ചത്, എല്ലാം. ഇതാണ് 3 കാര്യങ്ങൾ. റെസ്പോൺസിബിലിറ്റി ഡിനൈ ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു, മോറലിസ്റ്റിക് ആയിട്ട് ജഡ്ജ് ചെയ്യുന്നു. ഈ 3 കാര്യങ്ങൾ കമ്പാഷനെ ബ്ലോക്ക് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ NVCയിലേക്ക് വന്നാൽ അതിന്റെ പ്രോസസ് അല്ലെങ്കിൽ അതിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, ഒബ്സർവേഷൻ. നമ്മൾ വെറുതെ എന്താണ് നടന്നത് എന്ന് വസ്തുനിഷ്ഠമായിട്ട് നോക്കുക മാത്രം ചെയ്യുന്നതാണ് ഒബ്സർവേഷൻ. 2, ഫീലിംഗ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നപ്പോൾ നമുക്കുണ്ടായ വികാരം അല്ലെങ്കിൽ ഫീലിംഗ് എന്താണെന്ന് പറയുന്നതാണ് 2ാമത്തെ ഘടകം, ഹൗ വി ഫീൽ. 4ാമത്തത് നീഡ്. ഈ ഫീലിംഗ് വരാൻ നമ്മുടെ ഉള്ളില് ഒരു നീഡ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പൂർത്തീകരിക്കപ്പെടാത്ത ഒരു ആവശ്യം കൊണ്ടാണ് നമുക്ക് ഈ ഫീലിംഗ് വന്നത് എന്നുള്ളതാണ് നീഡ്. അവസാനമായിട്ട് റിക്വസ്റ്റ്. നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആളോട് പറയുന്നത് ഇത് എന്താണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നതാണ്, അതൊരു അപേക്ഷ രൂപത്തിൽ പറയുന്നതാണ് റിക്വസ്റ്റ്. ഈ 4 കാര്യങ്ങളാണ് നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷന്റെ 4 ഘടകങ്ങൾ. ഒബ്സർവിംഗ് വിത്തൗട്ട് ഇവാലുവേറ്റിംഗ് ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ്. ജെ കൃഷ്ണമൂർത്തി. വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു കോട്ടാണ് അല്ലേ? നമ്മളെ വസ്തുനിഷ്ഠമായിട്ട് കണ്ട കാര്യം മാത്രം പറയുന്നതാണ് ഒരു ഏറ്റവും വലിയ ഒരു ഹ്യൂമൻ ഇന്റലിജൻസിന്റെ ഹയസ്റ്റ് ഫോം ആണെന്നാണ് കൃഷ്ണമൂർത്തി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഒബ്സർവേഷൻ. ഈ ഒബ്സർവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സ്റ്റിക്ക് ടു ദ ഫാക്ട്സ്.
ആ ഫാക്ട്സ് മാത്രം, അതിലേക്ക് മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കുന്നു. നോ, വി ആർ നോട്ട് മേക്കിംഗ് എനി ഇന്റർപ്രിട്ടേഷൻ ആൻഡ് വി ആർ നോട്ട് ജഡ്ജിങ്. അവിടെ അവരെ ലേബല് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു വിശകലനത്തിനോ നമ്മൾ തുനിയുന്നില്ല. എന്താണ് കാര്യമാത്ര പ്രസക്തമായി അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായി എന്താണ് അവിടെ കണ്ടത്, കേട്ടത്, മനസ്സിലാക്കിയത് എന്ന് പറയുന്നതാണ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ ഐ ക്യാൻ സീ ദാറ്റ്, വാട്ട് ഐ നോട്ടീസ് ദാറ്റ്, വാട്ട് ഐ ഹിയർ ഈസ് ദാറ്റ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ ഒബ്സർവേഷൻ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ പറയുക. ഇനി ഈ ഒബ്സർവേഷനും ഇവാലുവേഷനും വ്യത്യാസമുണ്ട്. അതായത് ഒബ്സർവേഷൻ വിത്ത് ഇവാലുവേഷനും വിത്തൗട്ട് ഇവാലുവേഷനും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കൂ, ആദ്യത്തെ എക്സാമ്പിൾ, സുനിൽ പ്രോക്രാസ്റ്റിനേറ്റ്. സുനിൽ എപ്പോഴും പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിട്ടുള്ള വിഷയമാണ്. എല്ലാം നീട്ടിവെക്കുന്ന ഒരു പ്രകൃതമാണ്. അപ്പൊ അയാളെ ലേബിൾ ചെയ്യുവാണ്, അയാൾ നീട്ടിവെക്കുന്ന പ്രകൃതക്കാരനാണ്. എന്താണ് സുനിൽ ചെയ്യുന്നത്? സുനില് സാധാരണ പഠിക്കാറില്ല. പരീക്ഷയുടെ തലേദിവസം മാത്രമാണ് സുനിൽ സ്റ്റഡീസ് ഓൺലി ദ നൈറ്റ് ബിഫോർ. ആ പരീക്ഷയുടെ തലേന്ന് മാത്രമാണ് സുനിൽ പഠിക്കുന്നത്. അതാണ് നമ്മളെ ശരിക്കും വസ്തുനിഷ്ഠമായിട്ട് പറയുവാണെങ്കിൽ പറയേണ്ടത്. ജെനീസ് വർക്ക്സ് ടു മച്ച്. ജെനീസ് വളരെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവിടെ ജെനീസ് സ്പെൻഡ് മോർ ദാൻ 60 hours ഇൻ ദ ഓഫീസ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച 60 മണിക്കൂറിൽ കൂടുതൽ ജെനീസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് വസ്തുനിഷ്ഠമായിട്ട് പറയാം. സിനി ഈസ് കെയർലെസ്. സിനി അശ്രദ്ധയുള്ള ഒരാളാണ്, അശ്രദ്ധയുള്ള ഒരു കുട്ടിയാണെന്ന് പറയുമ്പോൾ എന്താണ്? സിനി ബ്രോക്ക് ദ പ്ലേറ്റ് ലാസ്റ്റ്. 2 ദിവസം പ്ലേറ്റ് പൊട്ടിച്ചു. അതുകൊണ്ട് നമ്മൾ സിനിയെ ലേബിൾ ചെയ്യുന്നു, സിനി ഈസ് കെയർലെസ്. ഇതാണ് വ്യത്യാസം. അതായത് മിയർ ഒബ്സർവേഷൻ ആൻഡ് ഒബ്സർവേഷൻ വിത്ത് ഇവാലുവേഷൻ തമ്മിലുള്ള വ്യത്യാസമാണ് ഇത്. ഇനി രണ്ടാമത്തെ കമ്പോണന്റ് ഫീലിംഗ് ആണ്. എന്താണ് ഫീലിംഗ്? നമ്മൾക്ക് ഈ കമ്മ്യൂണിക്കേഷൻ കേട്ടപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായ ഫീലിംഗ് എന്താണ്? ചിലപ്പോൾ അത് ഹാപ്പിനെസ് ആയിരിക്കാം, ചിലപ്പോൾ അത് ആങ്കർ ആയിരിക്കാം, ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ സാഡ്നെസ് ആയിരിക്കാം. എന്താണോ ഫീലിംഗ് എന്നുള്ളതാണ് നോക്കുന്നത്. Clearly and specifically identify the feeling behind the communication. ആ കമ്മ്യൂണിക്കേഷൻ കേട്ടപ്പോൾ, when we hear the communication. അതുപോലെ തന്നെ we have to distinguish feeling from thoughts. ഈ തോട്ട്സും ഫീലിങ്സും രണ്ടും രണ്ടാണ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ എന്താ വിചാരിക്കുക? ഈ ചിന്തയാണ് നമ്മുടെ ഫീലിംഗ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഡിസ്റ്റിംഗ്വിഷ് വാട്ട് വി ഫീൽ ആൻഡ് വാട്ട് വി തിങ്ക് വി ആർ. നമ്മൾ എന്താണെന്ന് വിചാരിക്കുക, ആ ചിന്ത വ്യത്യാസമാണ്, ഫീലിംഗും വ്യത്യാസമാണ്. അതൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ചിന്ത എന്ന് പറയുന്നത്, ഐ ഫീൽ ആസ് ഇഫ് ഐ ആം ലിവിങ് വിത്ത് എ ബോൾ. ഒരു സ്ത്രീ കൗൺസിലറുടെ അടുത്ത് വരുമ്പോൾ ആ ഭർത്താവ് അവരോട് സംസാരിക്കാറ് തന്നെ ഇല്ല. അപ്പോൾ അവരതിന് പറയുന്നത്, എനിക്ക് ഉണ്ടാകുന്ന വികാരം ഞാനൊരു വാളിന്റെ കൂടെയാണ് ജീവിക്കുന്നത് എന്നാണ്, ഒരു മതിലിന്റെ കൂടെയാണ്. മതിൽ നമ്മളോട് സംസാരിക്കാറില്ലല്ലോ. പക്ഷെ അവിടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫീലിംഗ് എന്താ? ഐ എം ഫീലിംഗ് ലോൺലി. അതാണ് അവർ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവരുടെ ചിന്തയാണ് അവരുടെ ഫീലിംഗ് എന്നാണ് അവർ കരുതിയത്. അതുപോലെ തന്നെ ഒരാൾ പറയാണ്, ഐ ഫീൽ അൺഇമ്പോർട്ടൻറ്റ് ടു ദ പീപ്പിൾ ഹൂം ഐ വർക്ക്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ഞാനൊരു പ്രധാനപ്പെട്ട വ്യക്തിയല്ല, ഒരു ഒട്ടും പ്രാധാന്യം ഇല്ലാത്ത ആളാണ് എന്ന് അയാൾ ഫീൽ ചെയ്യുന്നു. അത് ഫീലിംഗ് അല്ല, അത് അയാളുടെ തോട്ടാണ്. ഐ ഫീൽ സാഡ്. മറ്റുള്ളവർ അയാളെ ഇമ്പോർട്ടൻസ് കൽപ്പിക്കുന്നില്ല എന്നുകൊണ്ട് അയാൾക്കുണ്ടാകുന്ന ഫീലിംഗ് എന്താണ്? സാഡ്നെസ്. അപ്പൊ ഇതാണ് ഫീലിംഗ്. അപ്പൊ നമ്മളെ ഈ ഫീലിംഗിന് നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാധാരണഗതിയിൽ റെസ്പോൺസിബിലിറ്റി എടുക്കില്ല. ഓൺ ഹിയറിംഗ് എ നെഗറ്റീവ് മെസ്സേജ് ദർ ആർ 4 ഓപ്ഷൻസ് ഫോർ us. ഒന്ന്, ബ്ലെയിം അവർ സെൽഫ്. അയ്യോ, ഞാനാണല്ലോ ഇതിനെല്ലാം കാരണം എന്ന് നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുന്നതാണ് ബ്ലെയിമിങ് അവർ സെൽഫ്. ചിലപ്പോൾ നമ്മൾ അങ്ങനെയായിരിക്കും ചെയ്യുക. അല്ലെങ്കിൽ ബ്ലെയിം അതേഴ്സ്. അയാളാണ് എന്നെ ദേഷ്യം പിടിപ്പിച്ചത്, അയാൾ കാരണമാണ് എന്ന് പറയുന്നതാണ് രണ്ടാമത്. അല്ലെങ്കിൽ സെൻസ് അവർ ഓൺ ഫീലിങ്സ് ആൻഡ് നീഡ്സ്. എന്തായിരുന്നു നമ്മുടെ പൂർത്തീകരിക്കപ്പെടാത്ത ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ ഡിസയർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതാണ് കുറച്ചു. അല്ലെങ്കിൽ സെൻസ് അതേഴ്സ് ഫീലിംഗ്. അതുപോലെ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഫീലിങ്സ്, എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നത്. ഈ 4 വിധത്തിൽ നമുക്ക് ഒരു നെഗറ്റീവ് മെസ്സേജ് കേൾക്കുമ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം നീഡാണ്. എന്താണ് ആവശ്യം? നമുക്ക് ഈ ഫീലിംഗ് ഉണ്ടാകാനായിട്ട് ഒരു നീഡ് അതിന്റെ പുറകിൽ ഉണ്ടാവും കേട്ടോ, എപ്പോഴും അങ്ങനെയാണ്. അപ്പോ ഈ ഒരു ഭാര്യ പെട്ടെന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ മേശപ്പുറത്ത് തിന്ന എച്ചിൽ പാത്രങ്ങൾ അതുപോലെ തന്നെ ഉണങ്ങി പിടിച്ചിരിപ്പുണ്ട്.
എല്ലാവരും മൊബൈലൊക്കെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നു, അച്ഛനും മക്കളും. അപ്പോൾ അവര് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, എങ്ങനെയാണ്? പെട്ടെന്ന് അവരൊരു വയലന്റ് കമ്മ്യൂണിക്കേഷനിലേക്കാണ് പോകുന്നത്. അവര് പറയുന്നു, ഓ ഈ വീട്ടില് ഞാനില്ലെങ്കിൽ എന്താ സ്ഥിതി, ഇതെല്ലാം ഇങ്ങനെ ഇത്ര മെസ്സിയാക്കി നിങ്ങൾക്ക് എങ്ങനെ ഇടാൻ പറ്റുന്നു എന്ന് വളരെ ഇതായിട്ട് പറയുന്നു. അവിടെ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതാണ്. ആക്ച്വലി അവിടെ അവരുടെ നീഡ് എന്ന് പറയുന്നത്, അവര് വിശന്നാണ് വരുന്നത്, അവർക്ക് ഭക്ഷണം കഴിക്കണം. ഈ മേശപ്പുറമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഈ പാത്രങ്ങളൊക്കെ കഴിയെങ്കിൽ മാത്രമേ അവർക്ക് ഇത് കഴിക്കാൻ പറ്റുള്ളൂ. അതായിരുന്നു അവരുടെ നീഡ്. ആ നീഡിന് മറ്റുള്ളവര്, അപ്പൊ അവരുടെ നീഡ്, എനിക്ക് വിശക്കുന്നുണ്ട്, നിങ്ങൾ പാത്രമൊക്കെ ഇങ്ങനെ തന്നെയാണോ ഇട്ടിരിക്കുന്നത്, അത് സിങ്കില് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടിരുന്നെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ അവിടെ വയലന്റ് കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കാമായിരുന്നു. ഇതാണ് നമ്മുടെ നീഡ്. അപ്പൊ ശരിക്കും നീഡ് എന്താണെന്ന് നമ്മൾ നോക്കണം. അക്നോളജ്മെന്റ് ഓഫ് ദ നീഡ് ബിഹൈൻഡ് അവർ ഫീലിംഗ്. അപ്പൊ അവർക്ക് ദേഷ്യം വന്നു, ആ ദേഷ്യത്തിന്റെ പുറകിലുള്ള നീഡ് അവർക്ക് വിശപ്പായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മളുടെ ആ നീഡ് എന്താണ്, അൺമെറ്റ് നീഡ് ഒരെണ്ണം ഉണ്ടാകും. സോ വാട്ട് അതേഴ്സ് സേ ഓർ ഡു മേ ബി എ സ്റ്റിമുലസ്, നോട്ട് ദ കോസ് ഓഫ് ദ ഫീലിംഗ്. നമ്മുടെ മറ്റുള്ളവർ പറയുന്നത് ഒരു സ്റ്റിമുലസ് ആയിരിക്കാം, പക്ഷെ അത് കാരണമല്ല. നാലാമത്തെ കമ്പോണന്റ് റിക്വസ്റ്റ്. റിക്വസ്റ്റിലും നമ്മൾ എന്താ ചെയ്യുന്നത്, വളരെ കൃത്യമായിട്ട് മേക്കിംഗ് റിക്വസ്റ്റ് ഇൻ ക്ലിയർ, പോസിറ്റീവ്, കോൺക്രീറ്റ് ആക്ഷൻ ലാംഗ്വേജ്. ആൻഡ് എന്താണ് നമുക്ക് ആവശ്യം, ഇനി നമ്മളോട് എങ്ങനെയാണ് മറ്റുള്ളവർ പറയേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നു. പോസിറ്റീവായിട്ടുള്ള ലാംഗ്വേജിൽ പറയുന്നു, ദേഷ്യപ്പെട്ടല്ല അവിടെ പറയുന്നു. ഇതാണ് റിക്വസ്റ്റ്. ഈ 4 കമ്പോണന്റുകളാണ് ശരിക്കും നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷനിലുള്ളത്. ഇത് ഞാനൊരു എക്സാമ്പിളിലൂടെ കാണിക്കാം. ഇത് ടോം ആണ്, ഇത് ജോൺ ആണ്. ഇവര് രണ്ടുപേരും കൊളീഗ്സ് ആണ്. അവരൊരു ഷെഡ്യൂൾഡ് മീറ്റിംഗ്, 1 മണിക്കാണ് മീറ്റിംഗ് വെച്ചത്. ടോം കറക്റ്റ് 1 മണിക്ക് എത്തി, ജോൺ 1:40 വന്നത്. അപ്പോ സ്വാഭാവികമായും ടോമിന് എന്തായിരിക്കും പ്രതികരിക്കുക? ടോം ഒരു നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് അറിവില്ലാത്ത ഒരാളാണെങ്കിൽ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് അയാൾ പ്രതികരിച്ചത്: ഇറസ്പോൺസിബിൾ പേഴ്സൺ, യു ആർ ഓൾവേസ് ലേറ്റ്. നോക്കൂ, ഈ പറഞ്ഞതില് ലേബലിംഗ് ഉണ്ട്, ജഡ്ജ്മെന്റ് ഉണ്ട്, അല്ലേ? എന്തുകൊണ്ടാണ് ജോൺ 1:40 എത്തിയെന്നൊന്നും കാര്യങ്ങൾ നമ്മൾ തിരക്കുന്നില്ല. പക്ഷെ അയാളെ അങ്ങ് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു, അയാള് ഓൾവേസ് ലേറ്റ്, അയാൾക്ക് ഉത്തരവാദിത്വം ഇല്ല. ഇതാണ് വയലന്റ് കമ്മ്യൂണിക്കേഷൻ. ഈ അവസ്ഥയിൽ ഈ ടോം ഈ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്തിരുന്നുണ്ടെങ്കിൽ, അറിയുന്നെങ്കിൽ, നമ്മൾ ഈ 4 പ്രോസസ്സിൽ കൂടി ഒന്ന് കടന്നു പോകാം. ആദ്യത്തത് ഒബ്സർവേഷൻ, സ്റ്റിക്ക് ടു ദ ഫാക്ട്. I have noticed that you came only at 1:40. നീ 1:40 വന്നത്, അത് ഞാൻ ശ്രദ്ധിച്ചു. I have noticed. അതായത് മിയർ ഒബ്സർവേഷൻ വിതൗട്ട് എനി ഇവാലുവേഷൻ. എക്സ്പ്രസ് ഹൗ യു ഫീൽ. അത് ആ ഒരു സംഭവം വന്നപ്പോഴുണ്ടായ അയാളുടെ റെസ്പോൺസ്, ആ സ്റ്റിമുലസിന്റെ റെസ്പോൺസ് എന്തായിരുന്നു, അല്ലെങ്കിൽ ഫീലിംഗ് എന്തായിരുന്നു? ഐ ഫീൽ ആംഗ്രി, എനിക്ക് ദേഷ്യം വന്നു. Tell him what is your need. നീഡ് എന്തായിരുന്നു ടോമിന്റെ? ഐ നീഡ് ടു സ്റ്റാർട്ട് ദ മീറ്റിംഗ് അറ്റ് 1 on time. 1 മണിക്ക് തന്നെ, സമയത്ത് തന്നെ മീറ്റിംഗ് നടത്തണമെന്നായിരുന്നു എന്റെ ആവശ്യം. Tell him what you want him to do. I would like you come for the meeting. അതായത് ഓൺ ടൈം നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ചയുള്ള മീറ്റിംഗിൽ നീ കൃത്യസമയത്ത് വരണം. ഇതാണ് റിക്വസ്റ്റ്. എന്താണോ മറ്റേ പാർട്ടി നമ്മളോട് ചെയ്യേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് പറയുകയാണ്. എന്താണ് അയാൾ ചെയ്യേണ്ടത്? അപ്പോൾ ശരിക്കും ടോം എന്തായിരിക്കണം ജോണിനോട് കമ്മ്യൂണിക്കേറ്റ്? ഐ ഫീൽ ആംഗ്രി ബിക്കോസ് യു ആർ ലേറ്റ്. ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് ദ മീറ്റിംഗ് ഓൺ ടൈം. Can I please ask you to be on time for next meeting? ഇതാണ് ഒരു നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ പറയേണ്ട രീതി. അല്ലെങ്കിൽ ഇതറിയാമെങ്കിൽ ടോം ഇങ്ങനെയായിരുന്നു പ്രതികരിക്കേണ്ടത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ എന്താണ് അതിന്റെ ഔട്ട്കം? ഗെറ്റിംഗ് വാട്ട് യു വാണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടും. ഹൃദയത്തിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഫ്ലോ സ്റ്റേറ്റിലാകും. നമ്മൾ ഒരു കമ്പാഷൻ, എംപതറ്റിക് ലിസണിങ്ങിലൂടെയാണ് കമ്പാഷൻ
ലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിൽ ബി കണക്റ്റഡ്. ആ കണക്ഷൻ അത് ഉണ്ടാകുന്നത് ഈ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. ട്രാൻസ്ഫോം കോൺഫ്ലിക്റ്റ് ഇൻറ്റു മ്യൂച്വലി സാറ്റിസ്ഫൈങ് ഔട്ട്കം. ഈ രണ്ട് കൂട്ടർക്കും ഉപയോഗപ്രദമായ രീതിയിൽ, അല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ കോൺഫ്ലിക്റ്റ്, പ്രശ്നത്തിനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നു. ഡിഫ്യൂസ് ആങ്കർ ആൻഡ് ഫ്രസ്ട്രേഷൻ പീസ്ഫുള്ളി. നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ, നിരാശയെല്ലാം നമുക്ക് വളരെ സൗകര്യപൂർവ്വം, വളരെ തന്മയത്വത്തോടുകൂടി അല്ലെങ്കിൽ ശാന്തമായി ഡിഫ്യൂസ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ കുറച്ച് കളയാൻ പറ്റും. ഇതാണ് ഔട്ട്കം നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം.